സഹോദരി സഹോദരന്മാരെ, പന്തക്കുസ്ത തിരുനാൾ ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഇത് സ്നേഹകാലം ഒന്നാമത്തെ ഞായറാഴ്ചയായിട്ട് കൂടിയാണ് കണക്കാക്കപ്പെടുക. ഈ ആഴ്ചയിലെ ഈ വചന ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ളതാണ്. അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ദൈവം തൻ്റെ ജനത്തെ വിശുദ്ധ ജനമായിട്ട് പുരോഹിത ഗണമായിട്ട് തിരഞ്ഞെടുത്ത് പ്രത്യേകം അവരെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് പരിഗണിക്കുകയും അതേസമയം തന്നെ സമൂഹമായിട്ട് നമ്മളെ വളർത്തുകയും ചെയ്യുന്നു. ലോകത്തിൽ ഒരു വിശുദ്ധ ജനപദമായി നമ്മൾ വർത്തിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിപാലനയിൽ അവിടുത്തെ നിശ്ചയത്തിൽ നമുക്കുള്ള പങ്ക് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വായനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ശ്രീഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. അവിടെ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രത്യേകമായ ശക്തിയോടുകൂടി എഴുന്നേറ്റ് വരുന്ന കാര്യമാണ് നമ്മൾ കണ്ടെത്തുന്നത്. പഴയ നിയമത്തില് പരിശുദ്ധാത്മാവ് ഒരു ശക്തി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ദൈവമായിട്ട് അവിടുത്തെ പഴയ നിയമത്തിൽ അംഗീകരിക്കുന്നത് വളരെ ചുരുക്കമായിട്ടേ കാണാൻ സാധിക്കുന്നുള്ളൂ. അതേസമയം തന്നെ വ്യക്തികൾക്ക് നൽകപ്പെടുന്ന ദാനമായിട്ടും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രതിപാദനമുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് സ്ഥിരമായിട്ട് സമൂഹത്തിൽ നൽകപ്പെടുന്ന ദാനമായിട്ട് അതുപോലെ തന്നെ കൂടെ വസിക്കുന്ന ഒരു ദൈവമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. കർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ശക്തിയില്ലാതെ പോയ ആ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വഴിയായിട്ട് ശക്തി ഉണ്ടാവുകയും കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ തക്ക ജനതയായി ജനവിഭാഗമായി അവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഈ അപ്പോസ്തലന്മാരെ പോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ വിവിധ രംഗങ്ങളിൽ കർത്താവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് തിരുസഭയെ വളർത്താനുള്ളവരാണ് എന്നുള്ള കാര്യം നമുക്ക് ഈ രണ്ടാമത്തെ വായനയിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും യഥാർത്ഥത്തിൽ ആദിമ പന്തക്കുസ്തായിൽ എന്ന പോലെ ലഹരി പിടിപ്പിച്ചവരായി ആക്കി തീർക്കണം. അങ്ങനെ ലഹരി പിടിച്ച് ആത്മാവിനാൽ പൂരിതരായി തീരുക എന്ന് എഫെസ്യ ലേഖനത്തിലൂടെ പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ടാണ് ആത്മാവിനാൽ പൂരിതരായി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കർത്താവിനാൽ നയിക്കപ്പെടുന്ന ആ അരൂപിയുടെ സഹായത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും. അത് ദൈവമഹത്വത്തിന് വേണ്ടി ഉള്ള പ്രവൃത്തികളായി രൂപാന്തരപ്പെടുകയും ചെയ്യും. മൂന്നാമത്തെ വായന നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് കൊറിന്ത്യ ലേഖനത്തിൽ നിന്നുള്ളതാണ്. ഒന്നാമത്തെ കൊറിന്ത്യ ലേഖനത്തില് പൗലോസ് ഭിന്നിപ്പുകൾ കൂടാതെ സഭയിൽ ദൈവത്തിന്റെ കൃപാവരം ഉപയോഗപ്പെടുത്തി ജീവിക്കാനാണ് പ്രത്യേകം ആവശ്യപ്പെടുന്നത്. ധാരാളം ദൈവകൃപകൾ ലഭിച്ച ഒരു സഭയായിരുന്നു കൊരിന്ത്യൻ സഭ. പക്ഷേ അവർക്ക് കിട്ടിയ ആ വരങ്ങളെക്കുറിച്ച് അവരുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഏതു വരമാണ് പ്രധാനപ്പെട്ടത് എന്നെല്ലാമുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ എല്ലാം നീക്കിക്കളഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ദാനമായ പരിശുദ്ധാത്മാവിന്റെ ആ ദാനമായ സ്നേഹം എന്നുള്ളതിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് സ്നേഹത്താൽ പൂരിതമായി ഒരു ജീവിതം നയിക്കാനായിട്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യൻ സഭയിലെ അംഗങ്ങളെ പ്രത്യേകം ഉദ്ബോധിപ്പിക്കുന്നത് നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നു. ഇത് കൊരിന്ത്യൻ സഭയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു സന്ദേശമല്ല. നമുക്ക് ഓരോരുത്തർക്കും നിരവധി കൃപകൾ ദൈവം നൽകിയിട്ടുണ്ട്. ആ കൃപകളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുവാനും അങ്ങനെ ഈശോയുടെ തുടർച്ചയായിട്ട് സഭയെ കണ്ടെത്തുവാനും മറ്റു മനുഷ്യർക്കിടയാകത്തക്ക വിധത്തിൽ നമ്മൾ വ്യാപരിക്കുവാനുമാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടത്. ഇനി
നാലാമത്തെ വായനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് കർത്താവ് തൻ്റെ അസാന്നിധ്യത്തില് അസ്വസ്ഥരാകുന്ന ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയും ഒരു നിത്യ സഹായകനായിട്ട് ആത്മാവിനെ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമെന്ന് പറയുന്ന ആ കാര്യങ്ങളൊക്കെയാണ്. കർത്താവ് അവരിൽ വേർപെടുത്തപ്പെടുന്നത് നല്ലതാണെന്ന് കർത്താവ് പറയുകയുണ്ടായി. അവിടുന്ന് പോയാലേ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരികയുള്ളൂ എന്നും അവിടുന്ന് എന്നും കൂടെ വസിക്കുന്ന നിത്യസഹായകനായിരിക്കുമെന്നും കർത്താവ് പറഞ്ഞു. കർത്താവിന്റെ മനുഷ്യപ്രകൃതിയിൽ കൂടുതൽ ആശ്രയിച്ചുകൊണ്ടായിരുന്നു അതുവരെ ആ ശിഷ്യന്മാർ കഴിഞ്ഞുകൂടിയത്. അത് ഒരു പോരായ്മയാണ്. ദൈവത്തെ മാനുഷികമായ രീതിയിലല്ല, ദൈവികമായ രീതിയിൽ തന്നെ നമ്മൾ സ്നേഹിക്കാനുള്ളവരാണ്. അതുകൊണ്ട് ദൈവികമായ ആ തരത്തിലേക്ക് നമ്മളെ ഉയർത്തുവാൻ വേണ്ടി ദൈവം ഭൗമികമായത് അല്പമെങ്കിലും നമ്മൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നീക്കിക്കളയുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് കർത്താവ് തന്നിൽ നിന്ന് അപ്പസ്തലന്മാരിൽ നിന്ന് താൻ എടുക്കപ്പെട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അവരോട് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഉത്ഥാനശേഷം മഗ്ദലന മറിയത്തോട് കർത്താവ് പറയുകയുണ്ടായി, ഈ എന്നെ തടഞ്ഞു നിർത്തരുത്, കാരണം ഞാൻ ഇതുവരെ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് കയറിയിട്ടില്ല എന്ന്. ആ പിതാവിൻ്റെ പക്കലേക്ക് ഈശോ കയറി കഴിയുമ്പോൾ മാനസികമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും എല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് അവർക്ക് ദൈവികമായ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നതിനും ദൈവത്തെ പ്രതി മാത്രം സ്നേഹിക്കാനും അവർ പ്രേരിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ആ രീതിയിൽ അപ്പസ്തലന്മാരും രൂപാന്തരപ്പെട്ട് വരേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അങ്ങനെ നല്ല ഒരു കാര്യമാണ് ഈശോ സ്വർഗാരോഹണം വഴിയായിട്ട് ചെയ്തത്. സ്വർഗാരോഹണത്തിന് 10 ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആഗമനം പ്രാർത്ഥനാനിരതരായി കഴിഞ്ഞുകൂടിയിരുന്ന അപ്പസ്തലന്മാരുടെ മേലുണ്ടായി. അവർ സമ്പൂർണമായിട്ട് ആത്മാവ് കൊണ്ട് നിറഞ്ഞു. അവർ അതുവരെ ഭയചകിതരായിരുന്നെങ്കിൽ ഇപ്പോൾ ശക്തി പ്രാപിച്ച് ഏത് കാര്യത്തിനും കഴിവുറ്റവരായി രൂപാന്തരപ്പെട്ടു. ധൈര്യപൂർവ്വം കർത്താവിനെ പ്രതി വീടുകൾ സഹിക്കാൻ അവർ സന്നദ്ധരായി തീർന്നു. നമ്മളെ ഓരോരുത്തരെയും ശക്തരാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവാകുന്ന ആ ദാനം നമ്മുടെ മേൽ വർഷിക്കപ്പെടുവാൻ വഴിയാക്കി തീർക്കുന്നത്. അതുപോലെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്തെല്ലാം അധ്വാനം ഏറ്റെടുക്കേണ്ടി വന്നാലും അതിനെല്ലാം ആത്മാവ് നമ്മളെ ശക്തരാക്കി തീർക്കുന്നു. നമ്മൾ ചെറുപ്പമായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ ഓരോ സ്ഥലത്ത് കൊണ്ടുപോവുകയും നമ്മൾ വേറെ യാതൊന്നും അറിയാതെ വഴിയോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും അറിയാതെ അവരുടെ കരങ്ങളിൽ സുരക്ഷിതമായി യാത്ര ചെയ്ത് സ്ഥലത്തെത്തുകയും സന്തോഷം അനുഭവിക്കാൻ ഇടയാകുകയും ചെയ്തെങ്കിൽ ഇന്ന് നമ്മുടെ സ്വർഗോന്മുഖമായ യാത്രയിൽ നമ്മുടെ വഴി നടത്താൻ വേണ്ടി നമ്മൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മളെ നയിച്ച് പരിപാലിച്ചു കൊടുക്കുവാൻ വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവാകുന്ന ദാനം. ഈ ദാനം നമ്മുടെ ഉള്ളിൽ തന്നെ വസിക്കുന്നു, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു, നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നു. നമ്മൾ എന്തെല്ലാം പ്രവർത്തിക്കണം അതെല്ലാം അപ്പോഴപ്പോൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ അപ്പസ്തലന്മാരും പിന്നീട് കർത്താവ് അവരെ അതിനു മുമ്പ് തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുവാൻ തയ്യാറാവുകയാണ്. നമ്മുടെയും ദൈവം ഏൽപ്പിക്കുന്ന കാര്യം നിർവഹിക്കാൻ നമ്മൾ പ്രാപ്തരായിത്തീരുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ സഹായവും ശക്തിയും ലഭിക്കുന്ന വഴിയായിട്ടാണ്. ആത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും അവർ നിങ്ങളെ പഠിപ്പിക്കുമെന്ന് പ്രത്യേകം കർത്താവ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ പാപബോധം നമ്മൾ ഉളവാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വഴിയായിട്ടാണ്. പാപത്തെക്കുറിച്ച് ഉള്ള ബോധ്യം നമ്മൾ ഉളവാക്കുകയും പാപം ഒഴിവാക്കിക്കൊണ്ട് നന്മയിലേക്ക് മറ്റുള്ളവരെ വഴി നടത്തുകയും നമ്മൾ തന്നെ പാപവിമുക്തരായി ജീവിക്കുകയും ചെയ്യാൻ പരിശുദ്ധാത്മാവാണ് നമ്മളെ പ്രാപ്തരാക്കി തീർക്കുന്നത്. അതുപോലെ തന്നെ നീതിബോധം നമ്മൾ ഉളവാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ഓരോരുത്തർക്കും അർഹമായത് കൊടുക്കുവാൻ നീതി നമ്മളെ പ്രേരിപ്പിക്കുന്നു. ദൈവത്തിന് അർഹമായത് കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ഈശോയെ രക്ഷകനായി ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ സ്വർഗോന്മുഖമായ നമ്മുടെ യാത്ര സുഗമമാക്കി തീർക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സദാ നമ്മുടെ കൂടെ വസിക്കുകയും നമ്മളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് തന്നെ
ആത്മാവിലുള്ള ജീവിതമാണ്, ആത്മാവിനെ നടത്തപ്പെടുന്ന ജീവിതമാണ്. ആത്മാവ് വഴിയായിട്ട് മാത്രമേ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ നമുക്ക് കഴിവുണ്ടാകുകയുള്ളൂ. ആ ആത്മാവിനെ നമുക്ക് മാമോദീസായിൽ നമ്മൾ പ്രാപിക്കുന്നുണ്ടെങ്കിലും പിന്നീട് മാത്രമേ ആത്മാവ് നമ്മുടെ ബോധപൂർവ പ്രവർത്തനം വഴിയായിട്ട് മാത്രമേ ആത്മാവ് പ്രവർത്തനം നിരതമായി തീരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധപൂർവമായ സഹകരണം പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളത് സഹകരിക്കാതിരുന്നാൽ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന പോലെ ആത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയായിരിക്കുകയും ചെയ്യുന്നത്. ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നവർക്ക് ഒരിക്കലും കർത്താവിനെ പ്രീതിപ്പെടുത്താൻ ദൈവമഹത്വം സാധിക്കാനും സാധ്യമാകുകയില്ല. പരിശുദ്ധാത്മാവ് ഏറ്റവും നേരിയ ചലനങ്ങൾ നമ്മൾ ഒഴിവാക്കുമ്പോഴും അതിനുവേണ്ടി സഹകരിച്ച് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ദൈവമഹത്വത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായി നമ്മൾ തീരും. നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്ത് തന്നെ ചെയ്താലും എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുക എന്ന് പൗലോസ് കൊരിന്ത്യ ലേഖനം 10-31 വചനത്തിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മൾ വസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. ആകയാൽ സഭയുടെ ജന്മദിനമായി പന്തക്കുസ്ത ദിനത്തിൽ നമ്മളൊരു സഭയുടെ യഥാർത്ഥ അംഗങ്ങളായി വർദ്ധിക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടിക്കൊണ്ട് ആത്മാവിനാൽ നടത്തപ്പെടുന്നവരായി തീരുവാൻ വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥം അനുഗ്രഹിക്കുമാറാകട്ടെ.